മഹാബലിപുരത്ത് ഹോട്ടൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ശിവ ടെമ്പിളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ മഹാബലിപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ. അപ്പോൾ ഞങ്ങളെടുത്ത ഹോട്ടലിലെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതായിരുന്നു. 6 ആൾക്ക് എടുക്കാവുന്ന ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നല്ല വൃത്തിയും വെടുപ്പുള്ള വലിയൊരു റൂമായിരുന്നു കേട്ടോ. AC ആണ്. പിന്നെ മിഡിൽ തന്നെ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വോളൊക്കെ നല്ല ഭംഗിയും നീറ്റും വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റൂമുകളായിരുന്നു. കർട്ടനും നല്ല രസമുള്ള കർട്ടനും, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. TV ഉണ്ട്. 32 ഇഞ്ചിൻ്റെ TV സെറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സീലിംഗ് ആണ് അവിടെ ചെയ്തേക്കണത്. ആ വുഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. നല്ല രസമായിട്ടുണ്ട് ചെയ്തേക്കണത്. അതിൻ്റെ മൊത്തത്തിൽ നല്ലൊരു റൂമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുപോലെ ബാത്റൂമായാലും ഒക്കെ നല്ല വൃത്തിയും വെടുപ്പായിട്ടുള്ളൊരു ബാത്റൂമാണ്. എല്ലാ സൗകര്യങ്ങളുള്ളൊരു സ്ഥലം. നമുക്കതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നോക്കിയിട്ട് അവർ കാണിച്ചു തരുന്നത് അല്ലാണ്ട് നമ്മൾ പോയി നോക്കിയിട്ട് പോയി എടുക്കണം റൂമൊക്കെ. കാരണം അവർ ഫോട്ടോസിലും കാര്യങ്ങളും അതുപോലെ തന്നെ ഓയോയിലും നമ്മളെ അതുപോലെ ബുക്ക് ചെയ്യുന്ന ആപ്പുകൾ വഴി ബുക്ക് ചെയ്താലും കാണുന്ന റൂം വ്യത്യാസം ഉണ്ടായിരിക്കും. ബെസ്റ്റ് മഹാബലിപുരത്ത് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് എടുക്കായിരിക്കും നല്ലത്. കാരണം ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. അടുത്തത് റൂമിൻ്റെ റേറ്റാണ്. കാരണം വെച്ചാൽ അവർ പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യരുത്. നമ്മൾ പരമാവധി ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് കുറച്ച് കിട്ടും. ഞങ്ങളിപ്പോൾ ഈ റൂം എടുത്ത് 2500 രൂപയ്ക്കാണ് എടുത്തത്. അവർ 4000 രൂപയ്ക്കാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ 2500 അവർ റെഡിയാക്കി തന്നു. പിന്നെ ജനറേറ്റർ ഉണ്ട്. കറണ്ട് പോയാൽ തന്നെയും ഫുള്ള് പവറുണ്ട്. പിന്നെ അതിൻ്റെ വെക്കേറ്റിംഗ് ടൈമും അതിലെ ചാർജ് എടുക്കുന്ന സമയം ഇങ്ങനെ കൊടുത്തേക്കണം. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഹോട്ടൽ കേട്ടോ. ഗസ്റ്റ് ഹൗസ് ധനലക്ഷ്മി ഗസ്റ്റ് ഹൗസ്. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുക.